നീ ഒന്ന് അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് തിരിഞ്ഞു ഒന്ന്. ആ തല ഒന്ന് ഇങ്ങോട്ടെ. കാല് അല്ല, മറ്റേ ഞണ്ടിന്റെ കാലൊന്നും കണ്ടില്ലല്ലോ. നിനക്ക് എന്തിന്റെ കുഴപ്പമില്ല? ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് പറയല്ലേ. എവള് പാടും, എവള് ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. അതെ, അവള് പാടും, സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ അവൾക്കൊരു ഭർത്താവുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവരുടെ കാര്യം നോക്കണം. നീ ഇവിടുന്ന് ഇതിന് കൊണ്ടുപോകും. അവിടെ പോയിട്ട് അവൾ അവസാനം അതിൽ നിന്ന് വെളിയിലായി കഴിഞ്ഞാൽ അവസാനം കരച്ചിലുമായി സങ്കടമായി ഈ വിഷാദ രോഗിയാക്കി മാറ്റണം എൻ്റെ ഭാര്യയെ, അല്ലേ? ഇത് നമ്മൾ ചെയ്തില്ലല്ലോ, ആദ്യം ചെയ്യട്ടെ. ചെയ്തതിന് ശേഷം പറയൂ നിങ്ങൾ. ആദ്യം പ്രോഗ്രാം പങ്കെടുപ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിന്റെ വീഡിയോ എടുത്ത് കൊടുക്കണം. അവിടെ പിന്നെ എന്താണ് ആൾക്കാരെ ഒരുപാട് സെലക്ട് ചെയ്തെടുക്കും. അവർ ഇനി ആരൊക്കെ പങ്കെടുക്കണം സെലക്ട് ചെയ്തെടുക്കും. അതിനുശേഷമാണ് പാട്ട് തുടങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആളെ ഒരുപാട് ദൂരം ചിന്തിച്ചു കളഞ്ഞു. ഔട്ടാവുന്നതാണ് ആളെ ആദ്യം പറഞ്ഞു. എനിക്കറിയാവുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ അളിയൻ്റെ ചെറിയ മണ്ടത്തരങ്ങളാണ്, അറിവില്ലായ്മയാണ്. അളി അവിടെ ഇപ്പൊ തന്നെ ഓൾറെഡി ആരൊക്കെ പാടണം, ആർക്ക് ഒന്നാം സമ്മാനം കൊടുക്കണം എന്നുള്ള എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ. അളയത് ഇലക്ഷൻ ഇരിക്കുന്ന കണക്കല്ലേ, ഇത് നല്ല കലാകാരന്മാരാണ് ജഡ്ജസായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇത് നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നന്മയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ കലാകാരിയായാലും കലാകാരന്മാരും തെളിഞ്ഞു വരും. അതിനുള്ള അവസരമാണ് ഇല്ല, ഞാനേ വേറൊരു നല്ല കലാകാരി ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടെത്താത്തത് കൊണ്ടാണ്, അതാണ് പ്രശ്നം. ഇല്ല, നിന്റെ ഭാര്യ ഉണ്ടല്ലോ ജമന്തി, അവളെ അസലായിട്ട് പാടും, അസലായിട്ട് ഡാൻസ് ചെയ്യും. അവളെ അങ്ങോട്ട് തെളിയിച്ചെടുക്കുന്നീ. പാട്ടൊന്നും എവളിപ്പോ പാടാനില്ല. അതെ, നീ നിന്റെ ഈ മോഹം ഉണ്ടല്ലോ അതങ്ങ് കളഞ്ഞേരാ. നീ നിന്റെ ഭാര്യ വേണേ പാട്ടോ ഡാൻസോ ടിവിയിലോ സീരിയലിലോ സിനിമയിലോ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയിക്കോ. അവൾക്ക് ഇപ്പോൾ തൽക്കാലം ഒരു കുടുംബമുണ്ട്, ഞങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചോളാം കേട്ടാ. നീ അവളെ അങ്ങനെ അങ്ങ് ഉയർത്തണ്ട. വേണ്ട, അളിയന് പ്രശസ്തി വേണ്ട. അളിയൻ ഇപ്പം ഇല്ലാതെ തന്നെ ഒരുപാട് പ്രശസ്തി കൊണ്ട് നിൽക്കാൻ വയ്യ ഇപ്പൊ എനിക്ക് കേട്ടാ. ആവശ്യമില്ലാതെ മനക്കോട്ട കെട്ടണ്ട, കളഞ്ഞേരെ. നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ, നല്ലത് പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഇറങ്ങി അവസരം എനിക്ക് പറ്റും. ഈ വായി നോക്കി പറഞ്ഞ കേൾക്കണ്ട. നീ അവനൊന്നും അറിയണ്ട. നമുക്ക് പോയി ആദ്യം ഒരു ഇന്റർവ്യൂ കൊടുത്തു നോക്കാം. ഇവ അറിയണ്ട, നമുക്ക് പോയിട്ട് നടക്കുമെങ്കിൽ ടി വിയിൽ കാണുമ്പോൾ അയ്യാ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഓടി വരും. അത്രേ ഉള്ളവേ. നീ കഴിഞ്ഞിട്ടിരിക്കും. നീ പോയി പെട്ടെന്ന് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നീ പെട്ടെന്ന് ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ ഇതൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് വാ. നീ വേഗം റെഡിയാവും. നമുക്ക് ആ വീഡിയോ എടുത്ത് നേരെ ചാനലിലേക്ക് പോകുന്നു. അവർ കണ്ട് നേരിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു, വിജയശ്രീലാളതെ തിരിച്ചു വരുന്നു. റെഡി? വേഗം റെഡി വാ. ഞാൻ അടിക്കാം, നീ പോയിട്ടോ. വേണ്ട, പിന്നെ അടിക്കാം. എന്റെ പൊന്നെ, പറയാൻ പറ്റില്ല, ഭാഗ്യം ഏതോ വഴി വരുന്നത്. വേഗം വാ.